നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മൂന്നാമതൊരു വ്യക്തി കാരണം ജീവിതത്തിലെ മനസമാധാനം പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നും ആ വ്യക്തിയെ എങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആ വ്യക്തികളെ നമുക്ക് ശല്യമായി, നമ്മുടെ ജീവിതത്തിൽ ശല്യമായി നിൽക്കുന്ന അവരെ ഒഴിവാക്കി പൂർവാധികം നല്ല രീതിയിൽ തന്നെ സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അതിൽ പറയുന്ന പോലെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ, പറയുന്ന പോലെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ മൂന്നാമതൊരു വ്യക്തി വരുന്നത് മുഖേന നമ്മൾ വളരെ സന്തോഷകരമായി ജീവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെയുള്ള വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ നമ്മളോട് സ്നേഹമായി പെരുമാറിയിരുന്ന ആളുകൾ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആദ്യമൊക്കെ പലതും ഒളിച്ചു വെക്കാൻ തുടങ്ങും. പിന്നെ നമ്മളത് സംശയിച്ച് അത് നമുക്ക് ഉള്ളിൽ സംശയം വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. പിന്നെ നമ്മളോട് സംസാരിക്കാൻ നേരമില്ല, അതല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാനോ അവർക്ക് കൂടുതൽ അതിനുള്ള ഒരു താല്പര്യമില്ലായ്മ വരും. അപ്പോൾ ഇതൊക്കെ വീണ്ടും വീണ്ടും നമ്മൾ ചോദ്യം ചെയ്യുക, എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് എന്ന രീതിയിലാണ് അവർ പറയുക. അത് നിൻ്റെ സംശയം കൊണ്ട് നിനക്ക് തോന്നുന്നതാണ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. പക്ഷേ പതുക്കെ പതുക്കെ വീണ്ടും അതിലേക്ക് തന്നെ ആ വ്യക്തി കൂടുതൽ അടുക്കുകയും നമ്മളുമായിട്ടുള്ള ബന്ധം തന്നെ പിരിഞ്ഞു പോകാൻ ഉള്ള സാധ്യത വരെ ഉണ്ട്. ഇനി ബന്ധം പിരിഞ്ഞില്ലെങ്കിലും ആ മറ്റേ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഒരു മനസമാധാനവും ഇല്ലാതെ എന്ത് പറഞ്ഞാലും ചെറിയ ചെറിയ കാര്യത്തിന് വരെ വഴക്ക് തുടങ്ങും. പിന്നെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ അതിൻ്റെ മേലെ നമുക്ക് ഒരു നേരം പോലും ചിന്തകളില്ലാതെ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് ടെൻഷനാവുന്ന ഒരവസ്ഥ, ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് പോകും. പല ആളുകളും ഇത് മുഖേന ഡിപ്രഷനിലേക്കും മാറും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി വിടുക എന്നുള്ളതാണ് അതിന് മാർഗം. എന്തുകൊണ്ടാണ് ആ വ്യക്തി അതിലേക്ക് പോയത് എന്നുള്ള കാര്യകാരണങ്ങളും മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ളൊരു പോംവഴി. കാരണം പല സാഹചര്യത്തിലും കുടുംബവുമായിട്ടോ അല്ലെങ്കിൽ പ്രണയിക്കുന്നവരുമായിട്ടോ നല്ല രീതിയിൽ പോകുമ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തിയിൽ നിന്ന് മറ്റു വ്യക്തിയിലേക്ക് ഒരു ആകർഷണം തോന്നുന്നത് സ്വാഭാവികമാണ്. അതിന് പല കാര്യങ്ങളും ഉണ്ടാവും, കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ ആ കാരണങ്ങളൊന്നും തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള പെരുമാറ്റങ്ങളിലുള്ള മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് തുടങ്ങുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യലും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറയുകയല്ല ചെയ്യുക, അത് കൂടി വരിക തന്നെയാണ് ചെയ്യുക. അത് ജീവിതം വരെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ പല കുടുംബങ്ങൾ പോലും അനാഥായി പോകും. അതല്ലെങ്കിൽ സ്നേഹിക്കുന്ന വ്യക്തി ഇട്ടുപോയതിൻ്റെ പേരിൽ ഒരുപാട് വിഷമിച്ച് ഇരിക്കേണ്ട അവസ്ഥയും വരും. അതിൽ നിന്ന്, ആ ചിന്തയിൽ നിന്ന് നമുക്ക് കരകയറണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് മൂന്നാമതായി കയറി വന്ന ആ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. അവർ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു പോയാൽ മാത്രമേ നമുക്ക് ആ ഒരു പഴയ ജീവിതത്തിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതല്ലാത്തിടത്തോളം സമയം നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റില്ല, എന്നും വഴക്കിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് എല്ലാവരും വേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.